നമസ്കാരം. അടുത്തായിട്ട് ഗുരുത്വാകർഷണം എന്ന ചാപ്റ്ററിലെ ചില പ്രോബ്ലം സെക്ഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മാത്തമെറ്റിക്കലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുണ്ട്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ക്ലാസ്. അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ സാർവിക ഗുരുത്വാകർഷണ നിയമം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് അതിൽ ആദ്യത്തെ ഭാഗം പ്രോബ്ലമായിട്ട് വരുന്നതിൽ. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഇക്വേഷനാണ്. നോക്കൂ, എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ബൈ ഡി സ്ക്വയർ. ഈ എഫ് എന്താണ്? ബലം. നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിലെ എല്ലാ മാസമുള്ള രണ്ട് വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ മാസം m1 മറ്റേതിന്റെ m2, അത് വെച്ചേക്കുന്ന ഡി എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചും. ഓക്കെ, m1 m2നെ ആകർഷിക്കും, m2 m1നെ ആകർഷിക്കും. ഇങ്ങനെയുള്ള ഒരു പരസ്പരമായിട്ട് ആകർഷിക്കുന്ന ഒരു ബലമുണ്ട്. ആ ബലമാണ് എഫ്. മനസ്സിലായോ? ആ എഫ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ജി m1 m2 ബൈ ഡി സ്ക്വയർ. ഇത് എങ്ങനെ എത്തിയെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അഥവാ സ്ഥിരസംഖ്യയാണ്, അതിന് മാറ്റമില്ല. ഇനി m1 m2 എന്താണ്? അത് മാസുകളാണ്. ആ മാസുകൾക്കനുസരിച്ച് അത് മാറാം. ഓക്കെ, അപ്പൊ ഈ ബലം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ഇത് കോൺസ്റ്റന്റ് ആണ്, സ്ഥിരസംഖ്യ ആയതുകൊണ്ട് അത് മാറില്ല, അതിനെ ആശ്രയിക്കില്ല. കാരണം അത് ഏത് ഇക്വേഷനിൽ നമ്മൾ ഇട്ടാലും ആ ജിയുടെ വില ഒന്ന് തന്നെ. പക്ഷെ m1 മാറും, m2 മാറും. നമ്മൾ എടുക്കുന്ന മാസുകൾ എന്ത് ചെയ്യാം? മാറാം. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബലം അല്ല ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബലം. മനസ്സിലായോ? രണ്ടിനും മാസ് വ്യത്യാസമുണ്ട്. ഭൂമിയുടെ മാസിന്റെ ഒരുപാട് ഇരട്ടി കൂടുതലാണ് ആരുടെ മാസ്? സൂര്യന്റെ മാസ്. അത് തന്നെ അകലവും ബാധിക്കും. അകലത്തിന് വിപരീത അനുപാതമാണ്. ഭൂമിയും ചന്ദ്രനും തമ്മിൽ അകലം കുറവാണ്, ഭൂമിയും സൂര്യനും തമ്മിൽ അകലം കൂടുതലാണ്. സോ ഇവിടെ അകലത്തിനെ ബാധിക്കും, മാസുകളെയും ബാധിക്കും. ആര്? ഈ ഒരു ബലം. രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ആര്? നമ്മുടെ ഈ ബലം എന്ന് പറയുന്നത്. ഈ പരസ്പരം ആകർഷിക്കുന്ന ഈ ബലം, വികർഷിക്കുന്നതല്ല, ആകർഷിക്കുന്ന ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ അട്രാക്ട് ചെയ്യും. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷന്റെ ആ ബലത്തിന്റെ വേണ്ടിയാണ് ന്യൂട്ടൺ ഈ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ ബലം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? മാസുകളുടെ ഗുണനഫലത്തിനെ ആശ്രയിച്ചിരിക്കും, ഡിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും. മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസിന് വിപരീത അനുപാതം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ളതാണ്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, മാസ് കൂടുമ്പോൾ അല്ലെങ്കിൽ മാസുകളുടെ ഗുണനഫലം കൂടുമ്പോൾ ബലം കൂടുന്നു. ഇനി വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നതാണ്. അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്തോറും ഒരു മാസം ഇതിന്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? അകന്ന് പോവല്ലേ, അപ്പൊ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ദൂരം കൂടുന്തോറും എന്ത് കുറയും? അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. സോ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് മനസ്സിലാക്കുക. സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ബാധിക്കുന്നു എന്നാണ് അർത്ഥം. സാധാരണ ഡിക്കാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത്രത്തോളം ബാധിക്കത്തില്ല. ഡി സ്ക്വയറിനാണെങ്കിൽ നന്നായിട്ട് ബാധിക്കും എന്നർത്ഥം. നന്നായിട്ട് ബാധിക്കും എന്ന് ഉദ്ദേശിച്ചത് ഡിസ്റ്റൻസ് കുറച്ച് കൂടിയാൽ മതി, ഫോഴ്സ് നന്നായിട്ട് എന്ത് ചെയ്യും? കുറയും എന്നാണ് അർത്ഥം. ഡയറക്ട്ലി ആയിരുന്നെങ്കിൽ ആ സ്ക്വയർ ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ പവർ ഒന്നായിരുന്നെങ്കിൽ ഡിക്ക് ആയിരുന്നു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എങ്കിൽ ചെറുതായിട്ട് ഡിസ്റ്റൻസ് മാറിയാൽ അതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചുള്ള മാറ്റമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഡി സ്ക്വയറിനനുസരിച്ചാണ് ആര് മാറുന്നത്? എഫ് മാറുന്നത്. അപ്പൊ കണക്കുകളിലോട്ട് വരുമ്പോൾ അത് മനസ്സിലാവുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, മാത്സ് ആണ്. അപ്പോൾ ഇതൊരു ബലമാണ്. നമ്മൾ പറയുന്നു ഈ ഒരു ബലത്തിന് നമ്മൾ എഫ് എന്നാണ് വിളിച്ചത്. ചിലപ്പോൾ 10 ന്യൂട്ടൺ ആവാം, 20 ആവാം. നിങ്ങൾക്കറിയാലോ ആൾജിബ്രയിൽ നമ്മളൊരു ലെറ്റർ വരെ ഏത് വേണോ ആവാം. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണേ. ഇനി ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ m1 എന്ന് പറഞ്ഞ മാസ് ഞാൻ ഇരട്ടിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ m1ന് പകരം ഇരട്ടിയാക്കിയ മാസ് എത്രയായിരിക്കും? നേരത്തെ ഉള്ളതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ് ഇരട്ടി എന്ന് പറഞ്ഞാൽ.
ഇംഗ്ലീഷിൽ 2 ടൈംസ് ആക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ m1 വരെ എത്രയാവും? 2m1 ആവും അല്ലേ? അപ്പൊ 2m1 ആകുമ്പോ ഈ ബലം എങ്ങനെ മാറും നോക്കിയാണ്. F is equal to G m1 പകരം എന്തായി? 2m1 ആയി. സോ m1 സ്ഥാനത്ത് എന്താ എഴുതുക? 2m1 into m2 by ബാക്കിയൊന്നും മാറിയില്ല, ബാക്കിയെല്ലാം അതുപോലെയാണെന്ന് വെച്ചോ. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതായിരിക്കും വരുന്ന ക്വസ്റ്റ്യൻ. 2 മാസുകൾ വെച്ചിട്ടുണ്ട്, അവ ഒരു പ്രത്യേക അകലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, അതിൽ ഒരെണ്ണത്തിന്റെ മാസ് 2 ടൈംസ് കൂട്ടിയാൽ, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ മാസ് 2 ടൈംസ് കൂട്ടിയാൽ അല്ല 2 ടൈംസ് ആയാൽ, നേരത്തെ ഉള്ളതിന്റെ ഇരട്ടി ആയാൽ, ഡബിൾ ആയാൽ എന്തായിരിക്കും അവ തമ്മിലുള്ള ഫോഴ്സിൽ ഉണ്ടാകുന്ന മാറ്റം? അപ്പൊ നമുക്കറിയാം ആ ഫോഴ്സ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ്? മാസുകളെ ആശ്രയിച്ചിരിക്കും, അവ തമ്മിലുള്ള അകലത്തിനെ ആശ്രയിച്ചിരിക്കും. അപ്പം നമുക്ക് ഉറപ്പായിട്ടും പറയാം ഒരെണ്ണത്തിന്റെ മാസ് ഇരട്ടിയാക്കിയാൽ അതിന്റെ ഫോഴ്സിനും മാറ്റം ഉണ്ടാവും. അത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതേപോലെ ആൾജിബ്ര ഉപയോഗിച്ച് ചെയ്താൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എങ്ങനെയാണ് അത് എന്നാണ് പറഞ്ഞത്. ആ ഒരെണ്ണത്തിന്റെ മാസ് അത് m1 ആവാം m2 ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിന്റെ എടുക്കുക. അതിനെ ഡബിൾ ആക്കുമ്പോൾ അതിലുള്ള ചേഞ്ച് എന്താണ്? m1 ഉള്ളത് എത്രയാവും? 2m1 ആവും. അപ്പൊ ഇത് 5 കിലോഗ്രാം ആയിരുന്നെങ്കിൽ ഇരട്ടിയാക്കുമ്പോൾ 2 × 5 അല്ലേ ആവുന്ന, അതായത് 10 കിലോ ആവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ ഉള്ളതിന്റെ 2 ടൈംസ്, 2 × 5 എന്നല്ലേ. അതുകൊണ്ട് m1 ആണെങ്കിൽ 2m1 ആവും. അപ്പം m1ന്റെ കൂടെ എത്ര ഗുണിക്കണം? 2 ഗുണിക്കണം. 5 ആണെങ്കിൽ 10 ആയി, 5ന്റെ കൂടെ 2 ഗുണിച്ചു. ഓക്കെ, അപ്പൊ ആ 2m1 നേരത്തെ m1ന്റെ ഭാഗത്ത് എത്ര ഇട്ടാൽ മതി? 2m1 ഇട്ട് ക്രിയ ചെയ്യുക. ഇനി നമ്മൾ പുതുതായിട്ട് കൊടുക്കുന്ന നമ്പേഴ്സ് എല്ലാം ആദ്യം എഴുതുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യുക. അതായത് F is equal to അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. 2 ആദ്യം എഴുതി, ബാക്കി പഴയ പോലെ G m1 m2 ഉണ്ട്, m1 ഉണ്ട്, m2 ഉണ്ട്, d² താഴെയുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു 2 ന്യൂമറേറ്ററിൽ വന്നു. എവിടെയാണ് വന്ന 2 ന്യൂമറേറ്റർ? 2 ന്യൂമറേറ്ററിൽ വന്ന അതിന്റെ അർത്ഥം എന്താണ്? ഇൻക്രീസ് ആയെന്നാണ് ഡിക്രീസ് ആയെന്നാണ്? നോക്കൂ, ഇതിപ്പോ പുതിയ ഫോഴ്സ് അല്ലേ, നേരത്തെയുള്ള ഫോഴ്സ് ആണോ? അല്ല, m1 മാറി. അപ്പൊ ഞാൻ അതിന് F1 എന്ന് കൊടുക്കാം. ഓക്കെ, G m1 m2 by d² ആണ് ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ്. ശ്രദ്ധിച്ചാ ഇതല്ലേ? അത് നമ്മൾ F എന്ന് കൊടുത്തില്ലേ? അപ്പൊ F1 is equal to 2 F എന്ന് കിട്ടിയില്ലേ? ചിത്തറി എന്ന് പറയുന്നത് F ആണ്. അല്ലെങ്കിൽ ഇതുവരെ മതി, ഇതുവരെ വന്നിട്ട് നോക്കിയാൽ മതി. G m1 m2 by d² ആയിരുന്നു നേരത്തെ ഫോഴ്സ്. അതിന്റെ കൂടെ ഒരു 2 ന്യൂമറേറ്ററിൽ ഗുണിച്ചേക്കുന്നു. അതിന്റെ അർത്ഥം അതിന്റെ ഇരട്ടി എന്നല്ലേ, അതിന്റെ 2 ടൈംസ് എന്നല്ലേ അർത്ഥം. അപ്പൊ ഇതിന് പകരം നമ്മൾ നേരത്തെ ഉള്ളതിന് F എന്ന് കൊടുത്തു. ആ F കൊണ്ട് റീപ്ലേസ് കഴിഞ്ഞാൽ F1 = 2F എന്ന് എഴുതാം. അതിന്റെ അർത്ഥവും 2ന്റെ അർത്ഥവും ഒന്ന് തന്നെ. എന്താണ്? നേരത്തെ ഉള്ള ഫോഴ്സിന്റെ ഇരട്ടി ഫോഴ്സ് ആണ് ഇപ്പൊ കിട്ടിയത്. അതായത് മാസുകളിൽ ഒരെണ്ണത്തിന്റെ മാസ് ഇരട്ടിച്ചാൽ ബലവും ഇരട്ടിക്കും. ഇതിപ്പോ ഇരട്ടി ആയതുകൊണ്ട് 2 ടൈംസ് മാറ്റി 3 ആക്കിയിരുന്നെങ്കിൽ ഇവിടെ എന്തായനെ? 3 ആയനെ. അപ്പൊ എത്രത്തോളം മാസ് മാറ്റുന്നോ, ഒരെണ്ണത്തിന്റെ മാസ് മാറ്റുന്നോ, അത്രത്തോളം തന്നെ ബലവും എന്ത് ചെയ്യും? കൂടും, ഫോഴ്സും കൂടും, ഇൻക്രീസ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഫൈൻ, മനസ്സിലായോ? അപ്പം ഒരെണ്ണത്തിന്റെ മാസാണ് പറഞ്ഞത്. ഇവിടെ കേസ് 1 ആണിത്. ഒരെണ്ണത്തിന്റെ മാസ് ഇരട്ടിച്ചാൽ ബലവും ഇരട്ടിക്കും. ഒരെണ്ണത്തിന്റെ മാസ് എത്രത്തോളം മാറുന്നോ അതിനനുസരിച്ച് മാറ്റം എവിടെ ഉണ്ടാവും? അതേപോലത്തെ മാറ്റം എവിടെ ഉണ്ടാവും? ബലത്തിലും ഉണ്ടാവും. 3 ഇരട്ടി ആണെങ്കിൽ 3 ഇരട്ടി, 4 ഇരട്ടി ആണെങ്കിൽ 4 ഇരട്ടി. മാസ് ഒരെണ്ണത്തിന്റെ മാസ് എത്രത്തോളം മാറുന്നോ അതിനനുസരിച്ച്. ശ്രദ്ധിക്കുക, വേറെ ഒന്നിലും മാറ്റം ഇല്ല, ഒരെണ്ണത്തിന്റെ മാസ് മാത്രം മാറ്റിയ കാര്യമാണ് ഈ പറഞ്ഞത്. അടുത്ത കേസ് പറയുമ്പോൾ അത് മനസ്സിലാവും. നോക്കിനി രണ്ടാമത്തെ കേസ്. ഇവിടെ ഇപ്പൊ ഇത് ഇൻക്രീസ് ചെയ്യണ, ബലം കൂടുകയാണ്. ന്യൂമറേറ്ററിലാണ് നമ്പർ വരുന്നെങ്കിൽ ബലം കൂടുന്നു, ഡിനോമിനേറ്ററിലാണ് നമ്പർ വരുന്നെങ്കിൽ ബലം കുറയുന്നു. ഇവിടെ ഇപ്പൊ ന്യൂമറേറ്ററിലാണ് വന്നത്, കണ്ട? ഫൈൻ. അടുത്തത് ഞാൻ പറയുന്നു, മാസ് ഒരെണ്ണത്തിന്റെ മാത്രമല്ല 2 എണ്ണത്തിന്റെ മാസ് മാറണം. ഒരെണ്ണത്തിന്റെ മാസ് 2 ഇരട്ടിയും രണ്ടാമത്തേണ്ടത് 3 ഇരട്ടിയാകും. 3 ഇരട്ടീനെ കാണിക്കുന്നത് എങ്ങനെയാണ്? 3m2. നേരത്തെ ഉള്ളതിനോട് 3 വിളിച്ചാൽ മതി. ഇപ്പൊ 3 ഇരട്ടിയായി. 3 ടൈംസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഒരെണ്ണത്തിന്റെ മാസ് 2 ടൈംസും മറ്റേതിൻ്റെത് 3 ടൈംസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 2 മാസുകളുടെയും അളവ് കൂടുകയാണ്. ഒരെണ്ണം 2 ടൈംസ് ആയി, ഒരെണ്ണം 3 ടൈംസ് ആയി. അപ്പൊ ഉറപ്പാണല്ലോ, മാസുകൾ 2 മാറുമ്പോൾ ഉറപ്പായിട്ടും ബലവും അതിനനുസരിച്ച് കൂടണ്ടേ? അപ്പൊ ഈ ബലത്തിലുള്ള മാറ്റം എങ്ങനെ നമുക്ക് ആൾജിബ്രായിക്കലി അല്ലെങ്കിൽ ബീജഗണിത രീതിയിൽ നമുക്ക് നോക്കാം. ഇവിടെ അപ്പോഴും ബലം മാറിയില്ലേ? അപ്പൊ വേണമെങ്കിൽ F1 എന്ന് കൊടുക്കാം. F1 is equal to
ജി ഇൻറ്റു M1 പകരം എന്ത് കൊടുക്കുക? M1 എത്രയായിട്ട് മാറി? 2M1 ആയി ഇൻറ്റു M2 എത്രയായി? 3M2 ആയി ഇൻറ്റു 3M2 ബൈ അകലത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അകലം പഴയ പോലെ തന്നെ. അപ്പോൾ വെച്ചേക്കുന്ന അകലം നേരത്തെ എത്രയാണോ വെച്ചിരുന്നത് അതേപോലെ. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ക്രിയ എന്തുവാ? 2 3 മുകളിൽ കിടപ്പുണ്ട്. ഈ 2M1 എന്ന് പറഞ്ഞാൽ 2 ഗുണം M1 ആണ്. 3M2 എന്ന് പറഞ്ഞാൽ 3 ഗുണം M2 ആണ്. അപ്പൊ ഇവിടെ എല്ലാം ഗുണിക്കാനാണ്. ഇവിടെ നമുക്ക് പരസ്പരം ഗുണിക്കാൻ പറ്റുന്ന 2 സംഖ്യകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? 2ഉം 3ഉം. അതെല്ലാം ഗുണിക്കാനാണ്. സോ 2 3 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. 2 3 കൂടെ മൾട്ടിപ്ലൈ എത്രയാണ് എഴുതാം? 6. ആ 6 നമ്മൾ ആദ്യം എഴുതും. അപ്പൊ 6 G ബാക്കി ഉള്ള എന്തൊക്കെയാണ്? M1 6 G കൂടെ തിരിഞ്ഞു വരുന്നത് 6 G M1 M2 ബൈ D സ്ക്വയർ. ഓക്കെ, അപ്പൊ G M1 M2 ബൈ D സ്ക്വയർ എന്തുവാ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ G M1 M2 ബൈ D സ്ക്വയർ എന്തുവാ? ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് അല്ലേ? അപ്പൊ നേരത്തെ ഉള്ളതിന്റെ എത്ര ഇരട്ടിയായിടെ? 6 ഇരട്ടിയായി. F1 is equal to 6F. നേരത്തെ ഉള്ള ബലത്തിന്റെ എത്ര ഇരട്ടി? 6 ടൈംസ് 6 ഇരട്ടി. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ കണ്ട മാറ്റം എന്താണ്? ഒരെണ്ണത്തിന്റെ മാസ് 2 ഇരട്ടി, മറ്റേതിന്റെ മാസ് 3 ഇരട്ടി. സോ ഫലത്തിൽ ഇതിന്റെ രണ്ടിനെയും കൂടെ ഗുണനഫലം എടുത്താൽ മാസിന്റെ രണ്ടിന്റെയും കൂടെ എത്ര ഇരട്ടി മാറിയെന്ന്. സോ 2 3 കൂടെ ഗുണിച്ച് 6 ഇരട്ടി. ഇതാണ് അതിന്റെ സിമ്പിൾ വേ. പെട്ടെന്ന് നോക്കി തന്നെ പറയാൻ പറ്റും. ഇപ്പൊ മാസുകളാണെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിലാ ഒരെണ്ണം 2 ഇരട്ടി, ഒരെണ്ണം മാറ്റമില്ല. അപ്പൊ 1. ഇപ്പൊ 2 ഗുണം 1 എത്ര തന്നെ? 2 തന്നെ. സോ ബലം എത്ര ഇരട്ടിയായി? എത്ര ടൈംസ് ആയി? 2 ടൈംസ് ആയി. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എളുപ്പത്തിൽ. മനസ്സിലായോ? അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലായോ? ഇതാണ് 6F. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കറക്റ്റ് കിട്ടും. ആദ്യം ഉണ്ടായിരുന്ന G M1 M2 ബൈ D സ്ക്വയർ ആണെന്ന് ആലോചിച്ചിരുന്നാൽ മതി. അപ്പൊ അതിൽ ആ സംഖ്യകളിൽ എന്തൊക്കെ ക്രിയകൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് അത് ആദ്യ ഭാഗത്തേക്ക് മാറ്റുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബലത്തിൽ നിന്ന് എത്ര മാറ്റം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മാത്സ് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്നവർക്കാണെങ്കിൽ എളുപ്പം ചെയ്യാനും പറ്റും. ബാക്കിയുള്ളവർ ഫ്രാക്ഷൻസിൽ കണക്ക് ചെയ്ത് പഠിക്കണം. ഇനി 10ാം ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ വേണം. അടുത്ത നോക്കാം. ഇനി ഡിസ്റ്റൻസിന്റെ കാര്യം കൂടെ പറയണം. മാസിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഡിസ്റ്റൻസിന്റെ കാര്യം നോക്കുക. ഇനി ഞാൻ പറഞ്ഞു മാസേ ഒന്നും മാറ്റമില്ല. നമ്മൾ ആദ്യം എടുത്ത M1 M2 ഒക്കെ തന്നെ എടുത്തത്. ഞാൻ ഈ അകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എന്ത് മാറ്റമാണ് അത് ബലത്തിൽ കൊണ്ടുവരുന്നതെന്ന് അറിയാൻ വേണ്ടി. അകലം ഞാൻ ഇരട്ടിയാക്കി. അതായത് അകലം കൂട്ടി, 2 ടൈംസ് കൂട്ടി. നേരത്തെ ഉള്ളതിന്റെ ഇരട്ടി അകലം കൂട്ടി. അപ്പൊ അകലം കൂട്ടുമ്പോൾ എന്ത് കുറയണം? ബലം കുറയണ്ടേ? ഒന്ന് ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്ക്. ബലം ഇങ്ങനെ അടുത്തിരിക്കുമ്പോഴല്ലേ കൂടുതൽ, അകന്നു പോകും തോറും ബലം കുറയണം. തമ്മിലുള്ള അട്രാക്ഷൻ കുറയുവാണ്. സോ 2D ആണ് അവിടെ. ഫൈൻ. അപ്പൊ 2D ആക്കുമ്പോൾ ഈ ഇക്വേഷനിലുള്ള വ്യത്യാസം എന്താണെന്ന് ശ്രദ്ധിക്കണേ. ഇവിടെയാണ് പലരും തെറ്റിക്കുന്നത്. F is equal to G M1 M2 കുഴപ്പമില്ല, അതേപോലെ എഴുതുക. നമ്മൾ പറഞ്ഞു മാറ്റമില്ല എന്ന് പറഞ്ഞു. എന്താണ് മാറ്റുന്ന? D ആണ്. ആ ഡിക്ക് പകരം 2D എഴുതിയിട്ട് മാത്രമേ ഇതിന്റെ സ്ക്വയർ കൊടുക്കുക. അതായത് 2Dയുടെ മൊത്തം സ്ക്വയർ എടുക്കണം. ഡിയുടെ മാത്രം സ്ക്വയർ എടുത്താൽ പോരാ. ഡിക്ക് പകരം വന്ന സംഖ്യ ഏതാണ്? 2D. ആ 2D എന്ന് പറഞ്ഞതിന്റെ മൊത്തം സ്ക്വയർ എടുക്കണം. അതിനാണ് ബ്രാക്കറ്റ് കൊടുത്തത്. അപ്പൊ 2Dയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ D സ്ക്വയർ മാത്രമല്ല, 2ന്റെയും കൂടെ സ്ക്വയർ കൂടെ ഉൾപ്പെടുത്തുകയാണ്. സോ ആൻസർ വരുമ്പോൾ ഇവിടെ എന്ത് വരും? G M1 M2 ബൈ 2Dയുടെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, ഡിയുടെ സ്ക്വയർ D സ്ക്വയർ. സോ ആൻസർ വരുമ്പോൾ 4D സ്ക്വയർ എന്ന് ഡിനോമിനേറ്റർ വരും. ഇനി ഇതെങ്ങനെ മാറ്റം എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? 4 ഡിനോമിനേറ്റർ ആണ് കിടക്കുന്നത്. സോ മുകളിൽ 1ഉം താഴെ 4ഉം ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ G M1 M2 ബൈ D സ്ക്വയർ. ഇതാണ് ആക്ച്വലി ഈ എഴുതി വെച്ചേക്കുന്നത്. 1/4 into G M1 M2 ബൈ D സ്ക്വയർ ആണ് G M1 M2 ബൈ 4D സ്ക്വയർ. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലെ സംഖ്യ നോക്കുക, എത്രയാണ്? 4. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ന്യൂമറേറ്ററിലാണ് നമ്പർ എങ്കിൽ കൂടുന്നു, ഡിനോമിനേറ്ററിലാണ് നമ്പർ എങ്കിൽ കുറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പറയാം 1/4 ടൈംസ് ആയിട്ട് കുറയുന്നു, അല്ലെങ്കിൽ 4 ടൈംസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു പറയാം. 1/4 ടൈംസ് ഡിക്രീസ് എന്ന് പറയാം. 1/4 ടൈംസ്. അല്ലെങ്കിൽ 4 നമ്മൾ 4 ഇരട്ടിയായി കുറയുന്നു എന്ന് അങ്ങനെ പറയുന്നില്ലല്ലോ. ഒരു ഭാഷാപരമായിട്ട് അത് തെറ്റാണ്. ലാംഗ്വേജ് ആയിട്ട് പറയുമ്പോൾ നമ്മളത് തെറ്റാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് 4 ടൈംസ് ഡിക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1/4 ടൈംസ് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് ഫ്രാക്ഷൻ ആക്കി തന്നെ പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ 4 ഡിനോമിനേറ്റർ വന്നാൽ അവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1/4 ആണ് അവിടുത്തെ നമ്പർ കിട്ടുക. അപ്പോൾ 1/4 ടൈംസ് ആയിട്ടാണ്
ചേഞ്ച് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 4 ടൈംസ് ഡിക്രീസ് ഉണ്ടാകുന്ന വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മനസ്സിലാക്കിയാൽ മതി, കാര്യം മനസ്സിലാക്കിയാൽ മതി. 4 ടൈംസ് ഉള്ള കുറവാണ്, അല്ലെങ്കിൽ 1/4 ടൈംസ് ഉള്ള ചേഞ്ചാണ്. 1/4 ടൈംസ് ആയിട്ട് മാറുന്നു. ആരുടെ? നേരത്തെ ഉള്ള ഫോഴ്സിൻ്റെ, അതായത് 1/4 F ആണ്. നേരത്തെ ഉള്ള ഫോഴ്സിൻ്റെ 1/4 കുറഞ്ഞു, 4 മടങ്ങായിട്ട് കുറയാണ് ചെയ്തത്. 4 മടങ്ങ് കൂടെയല്ല, 4 മടങ്ങ് കുറഞ്ഞു, അതായത് 4-ൽ 1 കുറഞ്ഞു. ഫോഴ്സ് 4-ൽ 1 കുറയുന്നു. അതെങ്ങനെ മനസ്സിലായി? ആ 4 ഡിനോമിനേറ്റർ വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു നമ്പർ ഡിനോമിനേറ്റർ ഇൻക്രീസ് ആവും തോറും ഒരു നമ്പർ ഡിക്രീസ് ആവുകയാണ് കേട്ടോ. 1/2 എന്ന് എഴുതിയ ഈ 2 മാറി 4 ആയി കഴിഞ്ഞാൽ 1/4 ആണ് അല്ലേ? 1/2 ആണോ 1/4 ആണോ വലുത്? 1/2 ആണ് വലുത്. ഡിനോമിനേറ്റർ വലുതാവും തോറും ആ നമ്പർ ചെറുതാവുകയാണ്. കണ്ടോ, ഡിനോമിനേറ്റർ നേരത്തെ d² ആയിരുന്നു, ഇപ്പോൾ 4d² ആയി. ഇപ്പം നമ്പർ മൊത്തത്തിൽ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, നേരത്തെ ന്യൂമറേറ്റർ ഒന്നും മാറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്പർ മൊത്തത്തിൽ കുറയും. നേരത്തെ ഈ gm1m2 d² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ gm1m2 4d² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്പർ ചെറുതാവും. അതായത് ഈ നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഈ ഫോഴ്സിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. 4-ൽ 1 കുറയും. 1/4 ടൈംസ് ആയിട്ട് ഡിക്രീസ് ആവും. ഫൈൻ. അപ്പോൾ ഇവിടെ 3d ആയിരുന്നെങ്കിലാണേ, സോ ഇവിടെ 2d മാറി 3d ആവും. ഇവിടെ 4 മാറി, 3ന്റെ സ്ക്വയർ എത്ര? 9. സോ ഇവിടെ ആൻസർ വരുമ്പം 1/9 ടൈംസ് ആവും. മനസ്സിലേ? ഇവിടെ 4 ഇരട്ടിക്ക് ഇൻക്രീസ് ചെയ്തെങ്കിലോ, അവിടെ 4ന്റെ സ്ക്വയർ ആയതിനെ ഇവിടെ 16 ആയതിനെ, അതായത് 1/16 ടൈംസ് കുറഞ്ഞനെ. മനസ്സിലായോ? അങ്ങനെ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒന്ന് ഇരട്ടി ആക്കിയപ്പോഴേ, ഡിസ്റ്റൻസ് ഒന്ന് ഇരട്ടി ആക്കിയപ്പോൾ ഫോഴ്സ് മാറിയത് എന്തായിട്ടല്ല, ഇരട്ടിയായിട്ട് ബന്ധപ്പെടുത്തി പകുതിയാണ് ആവാനുള്ള. നമ്മളെ ഡി മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അവിടെ പകുതി ആവേ ഉള്ളായിരുന്നു. പക്ഷെ ഡീനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, d സ്ക്വയറിനെയാണ്. അതുകൊണ്ടാണ് അതിന്റെ സ്ക്വയറുമായിട്ട് ബന്ധം വന്നത്. നമ്മൾ ഇരട്ടിയാക്കുമ്പോൾ ഇവിടെ 1/4 ആണ് വരുന്നത്. 3 ഇരട്ടിയാക്കുമ്പോൾ 1/9 ആണ് വരുന്നത്. 4 ഇരട്ടിയാക്കുമ്പോൾ 1/16 ആണ് വരുന്നത്. 5 ഇരട്ടിയാക്കുമ്പോൾ 1/25 ആണ് വരുന്നത്. 6 ഇരട്ടിയാക്കിയ 1/36 ആണ് വരുന്നത്. അങ്ങനെ സ്ക്വയറിനാണ് ഡിപ്പെൻഡൻസ് വരുന്നത്. ഡിസ്റ്റൻസും ഡയറക്റ്റ് അല്ല, ഡിസ്റ്റൻസിന്റെ സ്ക്വയറും ഫോഴ്സുമായിട്ടാണ് നമുക്ക് ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്റ്റൻസിന്റെ കാര്യം. ഇനി ഡിസ്റ്റൻസിന്റെ ഭാഗത്ത് ഡിസ്റ്റൻസ് കുറച്ചാൽ എങ്ങനെ ഫോഴ്സ് കൂടുതൽ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഞാൻ കുറച്ച് 3 ടൈംസ് 1/3 ടൈംസ് ആയിട്ട് കുറയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഡി മാറി എന്തായിട്ട് മാറി? d/3 1/3 ടൈംസ് ആയിട്ട് ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണ്. നേരത്തെ ഉള്ള ഡിസ്റ്റൻസിനെക്കാളും കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും നോക്ക്. F = g m1 m2 എന്ന് മാറ്റമില്ല, നമ്മൾ ഡിസ്റ്റൻസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. d മാറി എന്തെന്ന് കൊടുക്കുക? d/3 അതിന്റെ സ്ക്വയർ. d/3യുടെ സ്ക്വയർ എത്ര? d/3യുടെ സ്ക്വയർ നോക്കിയാണ് സൈഡിൽ നമുക്ക് d/3യുടെ സ്ക്വയർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സ്ക്വയർ കൊടുക്കുക. d²/9. ഇപ്പൊ ഡിനോമിനേറ്ററിൽ വീണ്ടും ഒരു ഡിനോമിനേറ്റർ വന്നാൽ അത് ന്യൂമറേറ്ററിൽ പോകും. എന്താണ്? ഡിനോമിനേറ്ററിൽ വീണ്ടും ഒരു ഡിനോമിനേറ്റർ വന്നാൽ അത് എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ പോകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കോ, 1/1/2. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 1/1/2. ഈ വര എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ഒരു ക്രിയ ഇങ്ങനെ എഴുതിക്കൂടെ? 1/1/2 എന്ന് ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഇതെങ്ങനെയാണ് ക്രിയ ചെയ്യുന്നത്? ഫ്രാക്ഷൻസ് വരുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ അഥവാ വിൽക്രമം കൊണ്ട് ഗുണിക്കും. 1/2ന്റെ വിൽക്രമം എത്രയാണ്? റെസിപ്രോക്കൽ 2/1. സോ ആൻസർ എത്ര? 2. അതായത് 1/1/2 എന്ന് പറഞ്ഞ ആൻസർ എത്ര? 2. അതായത് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഡിനോമിനേറ്റർ എന്ത് ചെയ്തു? അങ്ങ് ന്യൂമറേറ്ററിൽ പോയി. മനസ്സിലായ? സംശയം ഉണ്ടെങ്കിൽ ക്രിയ ചെയ്ത് നോക്കുക. അപ്പൊ ഈ d²/9 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഈ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ ആൻസറിന്റെ ഡിനോമിനേറ്റർ അങ്ങ് മോളിൽ പോകും, അവിടുത്തെ ആൻസറിന്റെ. അതായത് d²/9 എന്ന് എഴുതിയാൽ ഈ 9 എന്ന് പറയുന്നത് അങ്ങ് ന്യൂമറേറ്ററിൽ പോകും. ഇവിടെ ഫൈനൽ ആൻസർ എന്ത് വരും? 9gm1m2. d² അവിടെ ഉണ്ട്, അത് ന്യൂമറേറ്ററിലാണ്, ഡിനോമിനേറ്ററിൽ d². അപ്പം ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ളത് ഇവിടെ പോവും, ന്യൂമറേറ്ററിൽ പോവും. സോ ഡിസ്റ്റൻസ് 3 ടൈംസ് കുറച്ചപ്പോൾ അല്ലെങ്കിൽ 1/3 ടൈംസ് ആക്കിയപ്പോൾ ഫോഴ്സ് എത്രയായി? 9 ടൈംസ് F1 എന്ന് കൊടുക്കാം. ഫോഴ്സ് 9 ടൈംസ് ഇൻക്രീസ് ആയി.
ഇൻക്രീസ് ആയി. കാരണം 9 ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്, അപ്പൊ ഇൻക്രീസ് ആണ്. ഓക്കെ, അപ്പൊ 9 ന്യൂമറേറ്ററിലായതുകൊണ്ട് നമുക്ക് പറയാം അതെന്താണ്, ഇൻക്രീസ് ആണ്. അതുകൊണ്ട് നേരത്തെ ഉള്ള ബലത്തിന്റെ 9 ഇരട്ടിയായി. കണ്ടോ, നമ്മൾ ഡിസ്റ്റൻസ് ജസ്റ്റ് 3-1 കുറച്ച്. അപ്പൊ 3 ഇരട്ടി അല്ല ആയത്, എത്രയാണ് ആയത്? 9 ഇരട്ടിയാണ്. അപ്പൊ ഒന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് കൂടുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. കാരണം വിപരീത അനുപാതമാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ എന്ത് കൂടും? ഫോഴ്സ് കൂടും. അപ്പൊ കൂടുതൽ അടുപ്പിച്ചപ്പോൾ 1/3 ടൈംസ് അടുപ്പിച്ചപ്പോൾ ഫോഴ്സ് 3 ഇരട്ടി അല്ല കൂടിയത്, അതിന്റെ സ്ക്വയർ ആണ് കൂടിയത്. എത്ര? 9 ഇരട്ടിയാണ് കൂടിയത്. അപ്പൊ ഇവിടെ പകുതി ആയിരുന്നെങ്കിലോ, ഡിസ്റ്റൻസ് പകുതി ആക്കിയിരുന്നെങ്കിലോ, d/2 ആയിരുന്നെങ്കിലോ, ഇവിടെ ആൻസർ എന്ന് തന്നെ 4f തന്നെ, 4f അല്ലേ? 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലേ? ഇപ്പൊ d/2 ആയിരുന്നെങ്കിലോ, d/2ന്റെ സ്ക്വയർ d²/4, അതിവിടെ വരുമ്പോൾ 4 എന്ന് വരും. 4 എന്ന് പറഞ്ഞ സംഖ്യ കിട്ടും. അപ്പൊ പകുതിയാക്കുമ്പോൾ 4 ഇരട്ടിയാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് കണക്കില്ല. ഇനി ഒരു രീതിയും കൂടെ, ഒരു ടൈപ്പ് കണക്കൂടെ വരും ഇതിനകത്ത്. മാസം ഡിസ്റ്റൻസ് കൂടെ ഒരുമിച്ച് മാറ്റുന്നു. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇച്ചിരി കൂടിയ കണക്ക്. അല്ലെങ്കിൽ ടഫ് ആക്കി ചോദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പോഴും നമുക്ക് ഈ ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. അല്ലാതെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റും. അല്ലാതെ ഈ ആൾജിബ്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതി പറഞ്ഞു തരുന്നത്. ടെക്സ്റ്റിലുള്ള അല്ല, നമ്മൾ ടെക്സ്റ്റിലുള്ള അതിൻ്റെ പ്രോബ്ലം വെച്ചിട്ടുള്ളതാണ്. നമ്മൾ അതിൻ്റെ ആൾജിബ്രായിക്കലി അതെങ്ങനെ വരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ M1 ഇരട്ടിയാവുന്നു, M2 ഇരട്ടിയാവുന്നു, ഡിസ്റ്റൻസ് പകുതിയാവും. ശ്രദ്ധിക്കുക, അപ്പം നമ്മൾ ആദ്യം M1 M2 ഉണ്ടായിരുന്നു, അതൊരു പ്രത്യേക കാലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബലം ഉണ്ടായിരുന്നു, അതായിരുന്നു F. ഇനി അതിലുണ്ടാക്കിയ മാറ്റം എന്തൊക്കെയാ? ഓരോന്നും മാറ്റി ഞാൻ മാസം ഇരട്ടിയാക്കി. അതിലൊരെണ്ണത്തിന്റെ മാസം ഇരട്ടിയാക്കി, രണ്ടാമത്തെ മാസം ഇരട്ടിയാക്കി. ഇപ്പൊ 2 മാസങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അത് രണ്ടും എന്ത് ചെയ്തു? ഇരട്ടിയാക്കി. അതിനോടൊപ്പം ഡിസ്റ്റൻസും പകുതിയാക്കി. കണ്ട, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഓരോന്നോരോന്നായിട്ടാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ എഫിലെ ഇക്വേഷനിൽ അതുപോലെ അങ്ങ് ഇട്ടാൽ മതി. F1 = 2g. M1 പകരം എന്ത് എടുക്കുക? 2m1. M2 പകരം 2m2. ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് d/2 എന്നിട്ടേ സ്ക്വയർ കൊടുക്കാവൂ. ഇത്രയും ഒരുമിച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്താൽ മതി. ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2m1 2m1 M2 കൂടെ M1 M2 ഗുണിക്കാൻ പറ്റില്ല. 2 കൂടെ ഗുണിച്ച് എത്ര? 4g M1 M2 ഡിവൈഡഡ് ബൈ d/2ന്റെ സ്ക്വയർ എത്ര? d²/4. ഉണ്ടാ? ഇപ്പൊ ഡിനോമിനേറ്ററിൽ വീണ്ടും ഒരു ഫ്രാക്ഷൻ വന്നില്ലേ? അതിന്റെ ഡിനോമിനേറ്റർ ഏതാ? 4 ആണ്. ആ 4 എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു? ന്യൂമറേറ്ററിൽ പോകും. സോ ഇവിടെ ആൾറെഡി ഒരു 4 ഉണ്ട്. അപ്പൊ ഈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇവിടെ ഗുണിക്കണം. അപ്പൊ 4 ഗുണം 4 ബാക്കി g M2 ബൈ d². ഓക്കെ, അപ്പൊ ഈ 4 × 4 എത്രയാ? ഇപ്പുറത്തോട്ട് എഴുതാം. 4 × 4 എത്ര? 16. g M2 ബൈ d² ആണ് ആദ്യം ഉണ്ടായിരുന്ന ബലം. അത് F എന്ന് കൊടുത്താൽ 16F. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ എത്ര ഇരട്ടിയായിട്ട് കൂടി ബലം? 16 ന്യൂമറേറ്ററിലല്ലേ, അപ്പൊ ഇൻക്രീസ് ആണ്. സോ 16 ഇരട്ടിയായിട്ട് ബലം കൂടി. അപ്പൊ ഇങ്ങനെയാണ് ഒരുമിച്ചിട്ടാലും ചെയ്യുന്ന രീതി. എല്ലാം കൂടെ അതിനകത്ത് ആ ഇതിൽ ഓരോന്നിലും ഉണ്ടായ ചേഞ്ച് ആ ഇക്വേഷനിലോട്ട് കൊടുത്താൽ മതി. ബീജഗണിതം ഉപയോഗിച്ച് ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഫോഴ്സിലുണ്ടായ മാറ്റം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് അത് വരുന്ന ക്വസ്റ്റ്യൻ. ഇത് 1 മാർക്ക് 2 മാർക്കിനായിട്ടാണ് ചോദിക്കുന്ന. ജസ്റ്റ് അതിലുള്ള മാറ്റം മാത്രമേ ചോദിക്കൂ. എന്നാലും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ഭാവിയിലും ഇങ്ങനെയുള്ള ഇക്വേഷൻസിൽ ഓരോ ക്വാണ്ടിറ്റീസ് മാറ്റുമ്പോൾ എങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റി എങ്ങനെ മാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ജനറലായിട്ട് ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ, ഇത്രയേ ഉള്ളൂ അതിൽ ആ ഫസ്റ്റ് പാർട്ടിലെ പ്രോബ്ലം. അല്ലാതെ ഡയറക്റ്റ് പ്രോബ്ലം ഉണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? M1 തരും, M2 തരും, അതിൻ്റെ വാല്യൂസ് കൊടുത്താൽ മതി. എന്നിട്ട് d² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കണക്ക് വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് ജിയുടെ വില ചിലപ്പോൾ കൊടുക്കണമായിരിക്കും, ചിലപ്പോൾ കൊടുക്കണ്ടായിരിക്കും. കൊടുക്കണമെന്നുള്ളതിൽ കൊടുക്കുക, ഗുണിച്ചെഴുതുക. അതിൽ നമുക്ക് ആകെ ജസ്റ്റ് അറിയേണ്ടത് ഫ്രാക്ഷൻസും ഇത് ഗുണിക്കാനും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് ഡയറക്റ്റ് കണക്കാണ്. അതിൽ
പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. മാസുകൾ തമ്മിൽ ഗുണിച്ചെഴുതുക, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്ക്വയർ എല്ലാം അറിയാമല്ലോ. സ്ക്വയർ 25 വരെയുള്ള സ്ക്വയറുകൾ ഒന്ന് പഠിച്ചേക്കുക കേട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത സെക്ഷനിൽ ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? ഭാരം എന്താണ്? ഭൂമി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റ്, ഒരു ഗ്രഹം അല്ലെങ്കിൽ ഉപഗ്രഹം, അതിന്റെ സർഫസിലിരിക്കുന്ന ഒരു ബോഡിയിൽ പ്രയോഗിക്കുന്ന ബലത്തിനെ വിളിക്കുന്ന പേരാണ്. അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് ആണ് ആക്ച്വലി ഭാരം. അപ്പൊ ഭാരം എന്ന് പറഞ്ഞാൽ ഒരു ബലമാണ്, ഫോഴ്സ് ആണ്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തുവാ? എന്തുവാണ്ടേ? എം ഇൻറ്റു ജി. ഈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ജി. അതിന്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇത് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ പോളാർ റീജിയനിലും ഇക്വറ്റോറിയൽ റീജിയനും ചെറിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? പോളാർ റേഡിയസ് ഇക്വറ്റോറിയൽ റേഡിയസിനെക്കാളും, ഭൂമധ്യരേഖ അവിടെ ഉള്ള ആരം പോളാർ റീജിയനിൽ, ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവവും തമ്മിലുള്ള അവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുമ്പോൾ ആ ഒരു ആരം എന്താണ്? ചെറുതാണ്. ഭൂമധ്യരേഖ ഈ ഒരു ഷേപ്പിലായതുകൊണ്ടാണ്, ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു ആരം എന്താണ്? കുറവാണ്. ഇതിനേക്കാളും കുറവാണ്. അതുകൊണ്ട് ആ ആരത്തിന് വിപരീത അനുപാതമായതുകൊണ്ട് ഈ ജി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി പോളാർ റീജിയനിൽ കൂടുതലായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ന്യൂമറേറ്ററിൽ വരുമ്പോഴാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷൻ മാത്രം മതി. എം ജി മാസ് ഇൻറ്റു ആ പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ഗുരുത്വ ത്വരണം എന്താണ്? ജി, സ്മോൾ ജി. അത് എല്ലായിടത്തും ഒരേപോലെയാണോ? അല്ല, ഇപ്പത്തെ പറഞ്ഞേ ഉള്ളൂ. ഭൂമി തന്നെ പോളാർ റീജിയനൊക്കെ പോകുമ്പോൾ വ്യത്യാസമുണ്ട്. അല്ലാതെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എടുക്കുമ്പോൾ കൂടുതലും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ ആണ് എടുക്കുന്നത്. ഏകദേശം അതെന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഒരു പ്ലാനറ്റിനെ സംബന്ധിച്ച്, ഒരു ഗ്രഹത്തെ സംബന്ധിച്ച്. ചന്ദ്രനിലുള്ള വാല്യൂ അല്ല ഭൂമിയിലുള്ള അല്ല ചൊവ്വയില് അല്ലെങ്കിൽ വ്യാഴത്തില്, അങ്ങനെ മെർക്കുറി, വീനസ്, അതിലൊക്കെ എന്താണ്? വ്യത്യാസമാണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചിടരുത്. അതുകൊണ്ട് തന്നെ ഭാരം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്തല്ല? ഈ ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് കോൺസ്റ്റന്റ് അല്ല. നമുക്ക് ഇവിടെ ഉള്ള ഭാരം അല്ല ചന്ദ്രനിൽ ചെന്നാൽ. വ്യാഴത്തിൽ ഭാരം വ്യത്യാസമുണ്ട്, അതിനനുസരിച്ച് മാറും, ജിക്ക് അനുസരിച്ച് മാറും. പക്ഷെ മാസ് നമ്മുടെ അറിവ് വെച്ചിട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണല്ലേ. മാസിന് എന്ത് വരുന്നില്ല, ഇപ്പൊ മാറ്റമൊന്നും വരുന്നില്ല. ചൊവ്വ ചെന്നാലും വ്യാഴം ചെന്നാലും നമ്മളെ ഉള്ള മാസ് അവിടെ തന്നെ കാണും. സോ നമ്മുടെ ഭാരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാസ് വേണം. നമ്മൾ എവിടത്തെ ഭാരമാണോ കാണുന്നത്, ഭൂമിയിലെ ഭാരമാണെങ്കിൽ ഭൂമിയിലുള്ള ജി എത്ര അത് തരണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ ജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. ഭൂമി എല്ലാ വസ്തുക്കളിലും യൂണിഫോം ആക്സിലറേഷൻ ആണ് കൊടുക്കുന്നത്. അതായത് താഴേക്ക് വീഴുന്ന ഒരു ബോഡിക്ക്. ഒരാളൊരു 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയാണേ, അയാൾ സ്ലിപ്പായി താഴേക്ക് വീഴുന്നെന്ന് വിചാരിക്കുക. ആള് വേണ്ട, ഒരു ചെടിച്ചട്ടി അവിടെ തട്ടി ഇടുകയാണ്. അപ്പൊ അവിടെ നിന്ന് താഴേക്ക് വീഴുകയാണെന്ന് വിചാരിക്കുക. താഴേക്ക് വീഴാൻ ടൈം എടുക്കൂലേ? അത് ആ ടൈം എന്തിനനുസരിച്ചിരിക്കും? ഈ ബിൽഡിങ്ങിന് എത്ര പൊക്കം ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും അല്ലേ? ഈ ബിൽഡിങ്ങിന് നല്ല 10 നില ആയതുകൊണ്ട് നല്ല പൊക്കം ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഇയാൾ തറയിൽ വീഴാൻ 4 സെക്കൻഡ് എടുത്തു. എത്ര സെക്കൻഡ്? 4 സെക്കൻഡ്. അപ്പൊ ഈ 4 സെക്കൻഡ് കൊണ്ട് തറയിൽ വീഴുന്ന പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും എന്ത് ചെയ്തു? ഈ ഭൂമി ഇവിടെ നിന്ന് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരുടെ കയ്യിലാണ്? ഭൂമിയുടെ കേന്ദ്രത്തിലോട്ട് ഇതിനെ അട്രാക്ട് ചെയ്യും. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? താഴേക്ക് പോകും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma. അപ്പൊ ഫോഴ്സ് കാരണം ഉണ്ടായ ആക്സിലറേഷനും മാസൂടെ ഗുണിക്കുമ്പോഴാണ് അവിടുത്തെ ഫോഴ്സ് എത്രയെന്ന് തന്നെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിന് ആക്സിലറേഷൻ ഉണ്ടാവും. ഈ ഉണ്ടായ ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ജി. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിന്റെ വിലയാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന്റെ അർത്ഥം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ 4 സെക്കൻഡ് എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ തുടങ്ങുമ്പോൾ അയാളുടെ വേഗത, വെലോസിറ്റി, പ്രവേഗം 0 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വെച്ചു. ഓരോ സെക്കൻഡ് കഴിയും തോറും ഇയാളുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. അതായത് 4 സെക്കൻഡ് ഉണ്ടെങ്കിൽ 4 സെക്കൻഡിലും ഇതിന്റെ
വെലോസിറ്റി ഇവന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും, കൂടി വരും. താഴോട്ട് വരുന്തോറും ഇവന്റെ വെലോസിറ്റി കൂടി വരും. താഴോട്ട് വരുന്ന ആ ഒരു നമ്മുടെ കോമൺ മൈൻഡ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അവന്റെ സ്പീഡ്, അവന്റെ വേഗത എന്ത് ചെയ്ത് വരും? കൂടി വരും. എങ്ങനെയാണ് അത് കൂട്ടുന്ന? ആര് കാരണം? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് കൂട്ടുന്നത്. ആ കൂട്ടുന്ന ഓരോ സെക്കൻഡിലും കൂട്ടുന്ന വെലോസിറ്റിയുടെ അളവാണ് ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മാത്സിന് വേണ്ടി എളുപ്പത്തിന് നമ്മൾ പറയാൻ വേണ്ടി എളുപ്പത്തിന് അതൊരു 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് സങ്കല്പിച്ചോ. അപ്പോൾ ഓരോ സെക്കൻഡിലും ഈ 10 മീറ്റർ പെർ സെക്കൻഡ് കൂടും. ഇപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്രയായിട്ട് മാറിയാണ് വേഗത? 0 നിന്ന് കൂടി 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. അടുത്ത ഒരു സെക്കൻഡ് ആകുമ്പോൾ ഇവന്റെ കൂടെ വീണ്ടും 10 കൂടി 20 മീറ്റർ പെർ സെക്കൻഡ് ആവും. അടുത്ത ഒരു സെക്കൻഡ് ആകുമ്പോൾ വീണ്ടും 10 കൂടി, ഈ കൂടുന്ന അളവാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്രോക്സിമേറ്റ് ആണ്. ആക്ച്വലി കൂടുന്ന എത്രയാണ്? 9.8 ആണ്. അപ്പൊ ഇവിടെ 20 10 കൂടെ കൂടി 30 മീറ്റർ പെർ സെക്കൻഡ്. ലാസ്റ്റ് അവൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് 30 കൂടെ കൂടി 10 മീറ്റർ പെർ സെക്കൻഡ് കൂടി 40 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും അവൻ ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ ഉദ്ദേശിച്ച ആളാവാം, ചെടിച്ചട്ടിയാവാം, എന്തുകൊണ്ടാവാം. ആ ബോഡി ഇവിടെ ലാൻഡ് ചെയ്യുന്നത് എത്രയിലായിരിക്കും? ശ്രദ്ധിക്കുക, 0-ലാണ് തുടങ്ങിയത്. 0 വേഗത തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ വെലോസിറ്റി ചേഞ്ച് എത്ര? 40 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെ ഉണ്ടായി? ആക്സിലറേഷൻ ആര് കൊടുത്തു? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുത്തു. മനസ്സിലായ? ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുത്ത ആക്സിലറേഷന്റെ അളവാണ്. ഒരു സെക്കൻഡിൽ കൊടുക്കുന്ന വെലോസിറ്റി ചേഞ്ച് ആണ് ആക്സിലറേഷൻ. അപ്പോൾ ഓരോ സെക്കൻഡിലും കൊടുത്ത വെലോസിറ്റി ചേഞ്ച് ആണ് എത്ര? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ നമ്മൾ അത് എത്രയാണ് എടുത്തു? 10 എടുത്തേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അപ്പൊ ഇതൊക്കെയാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സെക്കൻഡിൽ വെലോസിറ്റി എത്ര ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും 10 അല്ലേ കൊടുത്തത്. സോ നമുക്ക് പറയാം അവിടെ യൂണിഫോം വെലോസിറ്റി അല്ല, ആക്സിലറേഷൻ ആണ്. യൂണിഫോം വെലോസിറ്റി അല്ല, യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ ഭൂമി കൊടുക്കുന്നത് എല്ലാ ബോഡിക്കും ഒരേ ആക്സിലറേഷൻ ആണ്. മാസ് ഉള്ളതായാലും മാസ് കൂടിയതായാലും കുറഞ്ഞതായാലും എല്ലാത്തിനും ഒരേ ആക്സിലറേഷൻ ആണ്. മാത്രമല്ല അത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ എക്സാമ്പിൾ പറയുന്നതാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. അതാണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്നതിന് എക്സാമ്പിൾ ആണ്. യൂണിഫോം ആക്സിലറേഷനിൽ പോകുന്ന ഒരു ബോഡിക്ക് എക്സാമ്പിൾ ആണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സ്പീഡ് മാറുന്നില്ല എന്നല്ല അർത്ഥം, ഒരേപോലെ മാറുന്നതാണ്. ഓരോ സെക്കൻഡിലും ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതിൽ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ചാണ് മാറിക്കൊണ്ടിരുന്നത്. ഒരു സെക്കൻഡിൽ 10, അടുത്ത സെക്കൻഡിൽ 15, അങ്ങനെയല്ല. മാറുന്ന ആ ഒരു വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം സെയിം ആണ്. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു 0 തൊട്ട് എത്ര വരെ എത്തി? ലാസ്റ്റ് 40 മീറ്റർ പെർ സെക്കൻഡിലാണ് വന്ന് വീണത്. അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന മാറ്റം സെയിം ആയിരിക്കും. ഓക്കെ ഫൈൻ. നമുക്ക് കണക്ക് ചെയ്യാനൊന്നും വേണ്ട. അപ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ജി. സോ എഫ് = mg എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സിമ്പിൾ ആണ്. മാസും ജിയും കൂടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം നോക്കാം. ശ്രദ്ധിക്കുക, 42 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ടാൽ സ്പ്രിംഗ് ത്രാസിൽ പ്രയോഗിക്കുന്ന ബലം എത്രയായിരിക്കും? ഇത് വ്യാഴത്തിൽ വെച്ചിട്ടാണെങ്കിലോ ചന്ദ്രനിൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് മാസ് മാത്രമാണ്. മാസ് തന്നിരിക്കുന്നത് എത്രയാണ്? 42 കിലോഗ്രാം. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മാസ് തന്നിട്ടുണ്ട്, ചോദിച്ചിരിക്കുന്ന ഭാരമാണ്. ഭാരം അഥവാ വെയിറ്റിന്റെ ഇക്വേഷൻ ആണ് mg. അപ്പോഴേ മനസ്സിൽ വരണം, വെയിറ്റ് mg ആണ് ഇക്വേഷൻ. അപ്പൊ ജി വേണം, മാസ് ഉണ്ട്, ജി വേണം. അപ്പൊ എവിടെയാണ് ഇനി ജി? എവിടത്തെ ജി? ഭൂമിയിലെ കാര്യമാണ്. അപ്പൊ ആദ്യം ചുമ്മാ പറഞ്ഞതൊക്കെയാണ്, വേറെ പ്ലാനറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഭൂമിയിലെ കാര്യമാണ്. അപ്പൊ ഭൂമിയിലെ കാര്യമാകുമ്പോൾ ജി എത്ര കൊടുക്കണം? ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജി എത്ര കൊടുക്കണം? 9.8 കൊടുക്കാവും. 10 കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കും. ഇത് വ്യാഴത്തിൽ എത്രയായിരിക്കും, ചന്ദ്രനിൽ എത്രയായിരിക്കും? അപ്പൊ വ്യാഴത്തിലെ ജിയുടെ വാല്യൂ വേണം, ചന്ദ്രനിലെ ജിയുടെ വാല്യൂ വേണം. അപ്പൊ വ്യാഴത്തിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ചന്ദ്രനിലെ നമുക്കറിയാം. ചന്ദ്രനിൽ എത്രയാണ് ജിയുടെ വാല്യൂ? അതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി വെച്ചേക്കണേ. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അവിടെ കുറവാണ് ജി. പയ്യൊക്കെ താഴെ വീഴും. മനസ്സിലായല്ലോ? ഒരു സാധനം താഴെ വീണ് കഴിഞ്ഞാൽ 1.62 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് അതിന്റെ വെലോസിറ്റി കൂടും. അതുകൊണ്ട് 40 ഒന്നും വരത്തില്ല. 4 സെക്കൻഡ് എടുത്താലും 4 മീറ്റർ പെർ സെക്കൻഡിലുള്ള വ്യത്യാസമൊക്കെ വരും. 4 അല്ല, മാക്സിമം 6, 7 അത്രയൊക്കെ വരും. ഓക്കെ. അപ്പൊ അവിടെ ജി കുറവാണ്, 1.62. പക്ഷെ ചന്ദ്രനിൽ കൂടുതലാണ്. ചന്ദ്രനിൽ ജിയുടെ വാല്യൂ 20, ഇത് തന്നേക്കും, കാണാൻ പഠിക്കണം, 23.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ. അപ്പൊ ഇത് ഭൂമിയിലെ ജി, ഇത് ചന്ദ്രനില, ഈ വ്യാഴത്തില. അപ്പൊ മാസ് 42 തന്നിട്ടുണ്ട്. ഭൂമിയിലെ ഭാരം കണ്ടുപിടിക്കാൻ 42 × 9.8
8. ആ ഇനി ചന്ദ്രനിൽ കണ്ടുപിടിക്കാൻ 42 ഇൻറ്റു 1.62. അടുത്തത് വ്യാഴത്തിൽ കണ്ടുപിടിക്കാൻ 42 ഗുണം 23.1. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ ആയി. ഇത് ഗുണിച്ചാൽ മതി. ഗുണിക്കണ എങ്ങനെയാണ്? പോയിന്റ് മാറ്റിയിട്ട് ഗുണിക്കുക, എന്നിട്ട് ഒരു സ്ഥാനം എത്ര സ്ഥാനമാണോ മാറ്റിയിരിക്കുന്നത് അത് സ്ഥാനം മാറ്റി കുത്തിടുക. ഇവിടെ ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്. അപ്പോൾ 98 ഗുണം 42 ചെയ്തിട്ട് ഒരു സ്ഥാനം ഇടതോട്ട് മാറ്റി കുത്തിടുക, പോയിന്റ് ഇടുക. മനസ്സിലായ? ഇവിടെ ആണെങ്കിലോ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. സോ 162 42 കൊണ്ട് ഗുണിച്ചിട്ട് പോയിന്റ് ഇടതോട്ട് 2 സ്ഥാനം മാറ്റുക, 2 പ്ലേസ് മാറ്റി കുത്തുക. ഇവിടെ ആണെങ്കിൽ ഒരു പ്ലേസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അത് ഗുണിച്ച് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിടുമ്പോൾ ഉള്ളത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്പ്രിംഗ് ത്രാസിൽ? അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്പ്രിംഗ് ത്രാസ് എന്തിനാണ് അളക്കുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കോമൺ ബാലൻസ്, 2 സ്പ്രിംഗ് ത്രാസ്. കോമൺ ബാലൻസിൽ അളക്കുന്നത് നമ്മുടെ സാധാ ത്രാസില്ലേ അതിന് മാസാണ്. പക്ഷേ സ്പ്രിംഗ് ത്രാസിൽ നമ്മൾ അളക്കുന്നത് എന്താണ്? സ്പ്രിംഗ് ബാലൻസിൽ നമ്മൾ അളക്കുന്നത് എന്താണ്? ഭാരം അഥവാ വെയിറ്റ് ആണ്. ഭാരം അല്ലെങ്കിൽ വെയിറ്റ് ആണ്. അതിനകത്ത് വരുന്ന യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് ആണ്. kgWt, കിലോഗ്രാം വെയിറ്റ്. അപ്പൊ നമ്മൾ ഈ കിട്ടുമ്പോൾ ഉത്തരം കിട്ടുന്നത് ന്യൂട്ടണിലായിരിക്കും. ഇത് ചെയ്യുമ്പോൾ mg വെച്ച് ചെയ്യുമ്പോൾ ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ, ഇത് കിലോഗ്രാമിലും ആയതുകൊണ്ട് അത് ആൻസർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് എന്തിന് തുല്യം? ന്യൂട്ടണിന് തുല്യം. അപ്പൊ അത് ന്യൂട്ടണിലാണ് ഇവിടുത്തെ ആൻസർ എല്ലാം വരുന്നത്. സോ ഈ ന്യൂട്ടണിലുള്ള കാര്യമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ത്രാസിലുള്ള റീഡിങ് എത്രയെന്നാണ്. അത് നോക്കണമെങ്കിൽ കിലോഗ്രാം വെയിറ്റിലിട്ട് ചെയ്യണം. ഇപ്പൊ കിലോഗ്രാം വെയിറ്റിലിട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 9.8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനത്രയേ ഉള്ളൂ എൻ്റെ ആൻസർ. അവസാനം കിലോഗ്രാം വെയിറ്റിലോട്ട് വെക്കുമ്പോൾ എൻ്റെ ആൻസറായി. അത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ള പ്രോബ്ലംസിൻ്റെ കാര്യങ്ങൾ. എക്സസൈസിൽ കുറേ പ്രോബ്ലംസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കണക്കിട്ട് ചെയ്ത് നോക്കുക. പോയിൻ്റൊക്കെ ഒരുപാട് വരും. നിങ്ങൾ പോയിന്റ് മാറ്റി ചെയ്ത് നോക്കിയാൽ മതി. അവസാനം ശരിയാണെന്ന് കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കേട്ടോ? പരീക്ഷയ്ക്ക് വരുമ്പോൾ കൂടുതലും ഈ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. ചിലത് മിക്കവാറും ക്യാപിറ്റൽ ജി തന്നെ ഇട്ടാൽ മതിയാവും. ചെയ്യാൻ അറിയാവുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് അത് ചെയ്യാം. ടെക്സ്റ്റിൽ ഇതുപോലെ പ്രോബ്ലംസ് കിടപ്പോട്ട് Gm2/d² ഇട്ടുള്ള പ്രോബ്ലമാണ് കൂടുതൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്തോളണേ. ഇതുപോലെ mg വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. 30 കിലോഗ്രാം ഉള്ള വസ്തുവിൻ്റെ ഭാരം എത്ര, ഭൂമിയിലെ ഭാരം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. G 9.8 എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഷീറ്റ് ചെയ്യണം mg, LG 9.8, m 30 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സസൈസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തു തരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന് റിക്വസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ വീഡിയോ ക്ലാസ് എടുത്ത് അത് ചെയ്തിട്ട് തരാം. ഓക്കെ, അതിനകത്തെല്ലാം ഇതേപോലുള്ള കണക്കുകളേ ഉള്ളൂ. Gm2/d² mg ഇട്ട് ചെയ്യാവുന്ന കണക്കുകളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. സ്പ്രിംഗ് ബാലൻസിലോട്ട് ഉള്ള റീഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ കിലോഗ്രാം വെയിറ്റിലോട്ട് മാറ്റണം. കിലോഗ്രാം വെയിറ്റിലോട്ട് മാറ്റാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9.8 എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടിയ നമ്മളിങ്ങനെ mg വെച്ച് ചെയ്യൂലേ, ആ കിട്ടിയ ഉത്തരത്തിനെ 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എളുപ്പമാണ്. 42 ഗുണം 9.8 ചെയ്തിട്ട് 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 2 വെട്ടിപ്പോയി ആൻസർ 42 കിലോഗ്രാം വെയിറ്റ് എന്ന് തന്നെ കിട്ടും. പക്ഷെ ബാക്കി രണ്ടെണ്ണത്തിൽ അങ്ങനെ കിട്ടൂല. കാരണം ജിയുടെ വില വ്യത്യാസമുണ്ട്. അവിടെ 9.8 ഹരിക്കുമ്പോൾ വില വ്യത്യാസമുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 9.8നെ ഡിവൈഡ് ചെയ്യാൻ വരുമ്പോഴേ ആൻസർ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ആൻസർ നോക്കൂ, 40 ആണ് നമുക്ക് കിട്ടിയത്. 40 ന്യൂട്ടൺ. അതിനാ നമുക്ക് കിലോഗ്രാം വെയിറ്റിലോട്ട് ആക്കണം. 49/9.8 എന്ന് വന്നു. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലാണ് പോയിന്റ്. അപ്പം ഡിനോമിനേറ്ററിലെ പോയിന്റ് മാറ്റി ചെയ്യാൻ അറിഞ്ഞില്ലാത്തവർ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് ഞാൻ ഇവിടെ ഗുണിച്ചതെന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണ്, ഒരു സ്ഥാനമാണ്. അപ്പോൾ ഒരു 0 ഉള്ള സംഖ്യ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് എത്രയായിട്ട് മാറുമെന്ന് വെച്ചാൽ 98 ആവും. പോയിന്റ് അങ്ങ് പോകും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴെ 10 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 10 കൊണ്ട് ഗുണിക്കണം. ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് ഗുണിച്ചാൽ ന്യൂമറേറ്ററിലും 10 കൊണ്ട് ഗുണിക്കണം. അല്ലെങ്കിൽ ഫ്രാക്ഷൻ മാറിപ്പോകും. 40/9.8ന്റെ ഉത്തരം തന്നെ നമുക്ക് കിട്ടണം.
49/9.8ന്റെ ഉത്തരം തന്നെ കിട്ടണം. ഇപ്പൊ താഴെ കൊണ്ട് താഴെ മാത്രം 10 കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ ഫ്രാക്ഷന്റെ വില മാറും. സോ 49 × 10 എത്ര? 490. സോ ഇത് സിമിലർ ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ 49/9.8 ചെയ്യുന്നത് 490/98 ചെയ്യുന്നത് സെയിം ആണ്. മനസ്സിലായ? അപ്പോൾ അത് രണ്ടിന്റെ ഉത്തരം ഒന്നാണ്. അപ്പോൾ ഫ്രാക്ഷൻ കൂടുതൽ പോയിന്റ് ഡിനോമിനേറ്ററി വരാത്ത രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ അറിയാം. 49/98 2 തവണ. സോ ആൻസർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. 49 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഒരു 49, 2 49 ആണ് 98. അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ 10 വരും, താഴെ 2 വരും. 10/2 5. നിങ്ങൾക്ക് എല്ലാ സൈഡിൽ വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഭാഗം 98 ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തുള്ള പ്രോബ്ലം. ഇപ്പോൾ കിലോഗ്രാം വെയിറ്റിലായി. ഈ 49 എന്തിലായിരുന്നു? ന്യൂട്ടണിലായിരുന്നു. ഇത് നമ്മൾ mg ഇട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. ഓക്കെ, മാസും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. ന്യൂട്ടണിലായിരിക്കും അത് കിട്ടണം. അത് mg ഇട്ട് ചെയ്യുമ്പോൾ ഇത് 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിലോഗ്രാം വെയിറ്റിലോട്ട് മാറും. ഓക്കെ, ഇത്രയേ ഉള്ള അതിനകത്തുള്ള പ്രോബ്ലം സെക്ഷൻ. നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉള്ളത് അറിയിക്കും. ഓക്കെ, താങ്ക് യു.